എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ലാറ്ററൽ എൻട്രി വിഭാഗത്തിലേക്ക് അപേക്ഷ സമർപ്പിച്ച റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ഇന്ന് മുതൽ ജൂൺ 15-ാം തീയതി വരെ ചെയ്യാവുന്നതാണ്. ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക്, അതായത് ഈ ഒരു ലാറ്ററൽ എൻട്രി വിഭാഗത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതും കൗൺസിലിംഗിൽ പങ്കെടുക്കേണ്ടതുമാണ്. കൗൺസിലിംഗിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രി വിഭാഗത്തിൽ അഡ്മിഷൻ ലഭിക്കുന്നതല്ല. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ കൗൺസിലിംഗിൽ പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കൗൺസിലിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അലോട്ട്മെൻറ്റ് കിട്ടണമെന്നില്ല. കാരണം അത് നിങ്ങളുടെ സീറ്റ് വേക്കൻസി, നിങ്ങളുടെ അതായത് ആ ഒരു കോളേജുകളുടെ സീറ്റ് വേക്കൻസികളും നിങ്ങളുടെ റാങ്കും അനുസരിച്ചിട്ടാണ് ഇരിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യുന്നത്, ഇതിൽ പങ്കെടുക്കാൻ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, അതുപോലെ പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് ഫീസ് എത്ര വേണം, ഇതിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ പ്രോബ്ലം ഉണ്ടോ എന്നിങ്ങനെയൊക്കെയുള്ള വിദ്യാർത്ഥികളുടെ എല്ലാവിധ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ ലാറ്ററൽ സെക്കൻഡ് ഇയർ അഡ്മിഷൻ ത്രൂ ലാറ്ററൽ എൻട്രി 2026-27 എന്നുള്ള ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ പരിശോധിച്ചിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കുക. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് ക്ലിക്ക് യുവർ റാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ അതല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം വിദ്യാർത്ഥികൾ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇതിലേതെങ്കിലും ഒന്ന് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഏത് നോഡൽ പോളിടെക്നിക്കിലെ കൗൺസിലിംഗിലാണോ പങ്കെടുക്കുന്നത് ആ നോഡൽ പോളിടെക്നിക്കിൻ്റെ ആ ഒരു കൗൺസിലിംഗിൻ്റെ ആ ഒരു ലിങ്കിൽ, അതായത് ഏത് നോഡൽ പോളിടെക്നിക്കിൻ്റെ ആ ഒരു പോളിടെക്നിക്കിലാണ് നിങ്ങൾ കൗൺസിലിംഗിൽ പങ്കെടുക്കുന്നത് ആ ഒരു പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നേരെ നിങ്ങളുടെ കൗൺസിലിംഗിൻ്റെ രജിസ്ട്രേഷൻ അവിടെ കൺഫേം ആവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏത് ജില്ലകളിലേക്ക് വേണമെങ്കിലും കൗൺസിലിംഗിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയാണ്. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ, മൊബൈൽ നമ്പർ ഇതിലേതെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അടുത്തതായിട്ട് ഏത് ജില്ലയിലെ ആ ഒരു നോഡൽ പോളിടെക്നിക്കിൻ്റെ കൗൺസിലിംഗിലാണ് പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് എത്ര ജില്ലയിലെ കൗൺസിലിംഗിൽ വേണമെങ്കിലും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഇല്ല. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നോഡൽ പോളിടെക്നിക്കിലെ കൗൺസിലിംഗിന് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 13, 14, 15 തീയതികളായിട്ടാണ്. അതായത് ഇനി ഏകദേശം 2 ദിവസം കൂടിയുള്ളൂ. അപ്പോൾ ജൂൺ 15-ാം തീയതിക്ക് ശേഷം പിന്നീട് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജൂൺ 15-ാം തീയതി വരെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. 15-ാം തീയതി ഉൾപ്പെടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഒന്നിലധികം ജില്ലയിലേക്ക് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ജില്ലയിൽ നിങ്ങൾ കൗൺസിലിംഗിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് കൗൺസിലിംഗിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ ഒരു ജില്ലയിലെ, ഏത് ജില്ലയിലെ കൗൺസിലിംഗിലാണോ പങ്കെടുക്കുന്നത് ആ ഒരു ജില്ലയിലെ നോഡൽ പോളിടെക്നിക് കോളേജിൻ്റെ ആ ഒരു പേര് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൗൺസിലിംഗിൻ്റെ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കണം. കൗൺസിലിംഗ് സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് ഇവിടെ പ്രിൻറ്റ് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ സ്ലിപ്പ് ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ, മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് ആപ്ലിക്കേഷൻ നമ്പർ, വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ, മൊബൈൽ നമ്പർ ഇതിലേതെങ്കിലും ഒന്ന് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. പിന്നീട് നിങ്ങൾ ഏതൊക്കെ നോഡൽ പോളിടെക്നിക് കോളേജിലേക്കാണ് അപ്ലൈ ചെയ്തത് 1 by 1 ആയിട്ട് ഓരോ നോഡൽ പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. അവിടുത്തെ ആ ഒരു കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ സ്ലിപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഓരോ നോഡൽ പോളിടെക്നിക് കോളേജിലെയും കൗൺസിലിംഗിൻ്റെ സ്ലിപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു രീതി നിങ്ങൾ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്തു, അതുപോലെ തന്നെ കൗൺസിലിംഗിൻ്റെ രജിസ്ട്രേഷൻ്റെ സ്ലിപ്പും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തു. നിങ്ങളുടെ ജില്ലയിലേക്കും കൗൺസിലിംഗ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തു, അതിൻ്റെ സ്ലിപ്പൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തു. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എത്ര ജില്ല വേണമെങ്കിലും കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതിന് ശേഷം 15-ാം തീയതിക്ക് ശേഷം പിന്നീട് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നതല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ എല്ലാ ജില്ലയിലും കൗൺസിലിംഗിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധമൊന്നുമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ജില്ലയിലെ കൗൺസിലിംഗിൽ മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ പങ്കെടുക്കാവുന്നതാണ്. അത് പങ്കെടുത്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് മറ്റ് ജില്ലയിലെ കൗൺസിലിംഗിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ പ്രോബ്ലം ഒന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിലെ കൗൺസിലിംഗിൽ മാത്രമായിട്ടും പങ്കെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി ഇതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്
ജൂൺ 16 മുതൽ 19 വരെയാണ് നിങ്ങൾക്ക് കൗൺസിലിംഗ് നടക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴാണ് കൗൺസിലിംഗിൽ പങ്കെടുക്കാൻ പോവേണ്ടതെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു കൗൺസിലിംഗിൽ പങ്കെടുക്കാൻ പോവേണ്ടത് ഇതിൻ്റെ സ്ലിപ്പ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഇവിടെ കൗൺസിലിംഗ് സ്ലിപ്പല്ല, കൗൺസിലിംഗ് ഷെഡ്യൂൾ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ആ ഒരു കൗൺസിലിംഗ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു ലിങ്ക് നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം തന്നെ വരുന്നതാണ്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു 14 നോഡൽ പോളിടെക്നിക് കോളേജുണ്ട്. അതായത് ഓരോ ജില്ലയിലും ഓരോ നോഡൽ പോളിടെക്നിക് കോളേജ് ഉണ്ട്. അപ്പോൾ ആ ഒരു ജില്ലയിലെ നോഡൽ പോളിടെക്നിക് കോളേജ് നിങ്ങൾ ഏതൊക്കെ നോഡൽ പോളിടെക്നിക് കോളേജിൽ ഏതൊക്കെ ജില്ലയിലേതാണ് രജിസ്ട്രേഷൻ ചെയ്തത് ആ ജില്ലയിലെ നോഡൽ പോളിടെക്നിക് കോളേജുകളുടെ ആ ഒരു ഓപ്ഷൻ നേരെ നിങ്ങൾക്ക് ഇതേപോലെ ഡൗൺലോഡ് സിമ്പിൾ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഡൗൺലോഡ് സിമ്പിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ആ ഒരു നോഡൽ പോളിടെക്നിക് കോളേജിൻ്റെ കൗൺസിലിംഗ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതും അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും വിദ്യാർത്ഥികൾ ഈ ഒരു ഇന്ന ടൈമിൽ ഇത്ര, അതായത് ഇത് സ്റ്റേറ്റ് റാങ്ക് ആയതുകൊണ്ട് തന്നെ കുറേ വിദ്യാർത്ഥികൾ ഉള്ള പോലെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും കുറേ വിദ്യാർത്ഥികൾ ആ ഒരു റാങ്ക് ലിസ്റ്റിലൊന്നും ഉണ്ടാകത്തില്ല. അതായത് അത്രയും ഒരു നോഡൽ പോളിടെക്നിക് കോളേജിൽ അത്രയും വിദ്യാർത്ഥികളൊന്നും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട ഇന്ന റാങ്ക് മുതൽ ഇന്ന റാങ്ക് വരെയുള്ള വിദ്യാർത്ഥികൾ ഇന്ന ടൈമിനുള്ളിൽ, അതായത് രാവിലെ 7:30 അല്ലെങ്കിൽ 8 മണിക്കുള്ളിൽ എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന ടൈമിനുള്ളിൽ എന്ന് പറഞ്ഞാൽ ടൈം ഷെഡ്യൂളും കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ ഇന്ന ദിവസവും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഏത് ദിവസമാണ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു ദിവസം തന്നെ ഏത് ടൈമിങ്ങിലാണ് പോവേണ്ടത് അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കാം. നിങ്ങളുടെ റാങ്ക് നോക്കിയിട്ട് നിങ്ങൾ എപ്പോഴാണ് പോവേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒന്നിലധികം ജില്ലയിൽ നിങ്ങൾ ഈ ഒരു കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികളാണ്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒന്നിലധികം ജില്ലയിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത ജില്ല ഏതാണോ അത് സെയിം ഡേ തന്നെയാണ് കൗൺസിലിംഗ് നടക്കുന്നതെങ്കിൽ ഒരു ജില്ലയിൽ നിങ്ങൾക്കും ഒരു ജില്ലയിൽ നിങ്ങളുടെ പാരൻറ്റിനെയും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ പാരൻറ്റിനെ അയക്കുന്ന സമയത്ത് ഓതറൈസേഷൻ ലെറ്റർ കൂടി നിങ്ങൾ നൽകാനായിട്ട്, അതായത് പാരൻസിൻ്റെ കൈവശം കൊടുത്ത് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഒരു കൗൺസിലിംഗിൽ പങ്കെടുക്കാൻ പോകുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം പറയാം. കൗൺസിലിംഗിൽ പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് വിദ്യാർത്ഥികളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടത് ഒന്ന് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ്, പ്ലസ് ടുവിൻ്റെ മാർക്ക് ഷീറ്റ് എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതാണ് വേണ്ടത്. അടുത്തത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി ആണെങ്കിൽ കോപ്പി എടുക്കാവുന്നതാണ്. ഇനി അടുത്തത് നിങ്ങളുടെ TC വേണം. അടുത്തത് നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എടുക്കണം, അത് കോൺടാക്ട് സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ നിങ്ങളുടെ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SC/ST വിഭാഗമാണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റും കാസ്റ്റ് സർട്ടിഫിക്കറ്റും വേണം. അവർക്ക് ഫീ കൺസെഷൻ ഉണ്ട്, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് SC/BC വിഭാഗം വിദ്യാർത്ഥികൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ EWS റിസർവേഷൻ ഉള്ളവർ EWS സർട്ടിഫിക്കറ്റ്, അതിൽ വേറെ എന്തെങ്കിലും റിസർവേഷൻ ഡീറ്റെയിൽസ് അപേക്ഷയിൽ കൊടുത്തവർ ആ ഒരു ഡോക്യുമെൻറ്റുകൾ എന്നിവയും എടുക്കണം. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ 2 കൂടി എടുക്കണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ എത്ര പൈസ എടുക്കണമെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും. പൈസ എന്ന് പറയുമ്പോൾ ഏകദേശം 4000 രൂപ PTF ഫണ്ടായിരിക്കും ഉണ്ടാവുക. ബാക്കി ഏകദേശം 10,000 രൂപ നിങ്ങൾ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കോ UPI, സാധാരണ അതിൽ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് സ്വീകരിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. PTF ഫണ്ടൊക്കെ ആണെങ്കിൽ പൈസ ആയിട്ടാണ് കൊടുക്കേണ്ടതായിട്ട് വരും. അത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ഷെഡ്യൂളല്ല കൗൺസിലിംഗ് ഷെഡ്യൂളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കൗൺസിലിംഗ് ഷെഡ്യൂളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് നോക്കിയിട്ട് അത് എത്രയാണ് പൈസ നിങ്ങൾ എടുക്കേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ആ ഒരു എപ്പോഴാണ് നിങ്ങൾ ആ ഒരു കൗൺസിലിംഗ് ഷെഡ്യൂൾ നോക്കി നിങ്ങൾ പോവേണ്ട ഡേറ്റ് ഏത് ടൈമിങ്ങിലാണ് അതിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്ത് പോവുക. നിങ്ങളുടെ പാരൻസിൻ്റെ കൈവശം ഈ ഒരു ഡോക്യുമെൻറ്റ്സിൻ്റെ ഒക്കെ കോപ്പി കൊടുത്താൽ മതി. അപ്പോൾ അതുപോലെ തന്നെ ഓതറൈസേഷൻ ലെറ്റർ കൂടി നിങ്ങൾ മറ്റൊരു ജില്ലയിലേക്ക് പങ്കെടുക്കാനായിട്ട് അയക്കുന്നുണ്ടെങ്കിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിൽ മാത്രം പങ്കെടുക്കേണ്ടവർക്ക് അങ്ങനെയും പങ്കെടുക്കാം. നിങ്ങളുടെ ഇഷ്ടമാണ് ഏതൊക്കെ ജില്ലയിൽ പങ്കെടുക്കണമെന്നുള്ളത്. ഇനി അതിനുശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ആ ഒരു നോഡൽ പോളിടെക്നിക് കോളേജിൽ പോയിട്ട് നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ അന്നത്തെ ദിവസം ആ പറഞ്ഞ ടൈമിങ്ങുകളിൽ വന്ന വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കും. സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി ആ ഒരു ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ വിളിക്കും. അപ്പോൾ നിങ്ങളെ വിളിച്ചിട്ട് ഇന്ന കോളേജുകളിൽ ഇന്ന സീറ്റുകളൊക്കെ വേക്കൻസി ഉണ്ട്, അപ്പോൾ നിങ്ങൾ എവിടെയാണ് ഏത് കോഴ്സിലാണ് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അത് ചോദിച്ച് നിങ്ങൾക്ക് അതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കൂടി എടുക്കണം. അതിനായിട്ടാണ് ഇവിടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ടുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് എവിടെയാണ് ഏത് കോളേജിലാണ് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏത് കോഴ്സിലാണെന്ന് ചോദിക്കും. അപ്പോൾ അതിനനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു സീറ്റിൽ നിങ്ങളുടെ ഓപ്ഷൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു കോളേജുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഓപ്ഷൻ കൂടി നോക്കും. അപ്പോൾ ഓപ്ഷൻ കൂടി നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ നൽകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഏതൊക്കെ ആ ഒരു കോളേജുകളിൽ വേക്കൻസി ഉണ്ടോ അതിനനുസരിച്ച് ഇന്ന കോളേജുകളൊക്കെ വേക്കൻസി ഉണ്ട്, നിങ്ങൾ എവിടെയാണ് ജോയിൻ ചെയ്യുന്നത് നോക്കും. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ട്രേഡ് ഏതിലാണ് വേക്കൻസി ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ഫീസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ അവിടെ വാങ്ങിച്ചു വെക്കുന്നതായിരിക്കും. അതുപോലെ ചില സമയത്ത് ചില കോളേജിൽ തൊട്ടടുത്ത ദിവസം കോളേജിൽ വന്നിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തു വന്ന് ജോയിൻ ചെയ്യാനായിട്ടാണ് പറയുക. അപ്പോൾ അത് നിങ്ങളോട് ആ ഒരു കൗൺസിലിംഗ് സമയത്ത് കൃത്യമായിട്ട് ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അവിടെ നിന്ന് പ്രിൻസിപ്പാൾമാർ, അതായത് ആ ഒരു ജില്ലയിലെ എല്ലാ
കോളേജിലെയും പ്രിൻസിപ്പാൾമാർ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ നിങ്ങൾ കൗൺസിലിംഗിൽ പങ്കെടുത്ത് നിങ്ങൾ അഡ്മിഷൻ നേടുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യാത്തവർക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റുന്നതല്ല. ഇനി അതുപോലെ തന്നെ ഇതിന് ശേഷം സീറ്റ് ഒഴിവുണ്ടാകുന്ന സാഹചര്യത്തിൽ സ്പോട്ട് അഡ്മിഷൻ മുഖേന സീറ്റ് ഫില്ല് ചെയ്യുന്നതായിരിക്കും. സ്പോട്ട് അഡ്മിഷൻ ജൂൺ 23 മുതൽ 29 വരെ ആണെങ്കിലും അതിനുശേഷം സീറ്റ് വേക്കൻസി ഉണ്ടാവുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവൽ സ്പോട്ട് അഡ്മിഷനോൾ, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവൽ സ്പോട്ട് അഡ്മിഷനാണ് 23-ാം തീയതി മുതൽ ഉള്ളത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ആ ഒരു പോളിടെക്നിക് കോളേജുകളുടെ കൗൺസിലിംഗ് അല്ല സ്പോട്ട് അഡ്മിഷൻ്റെ ഷെഡ്യൂളും സീറ്റ് വേക്കൻസിയും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിൽ വേക്കൻസി ഉണ്ടെങ്കിൽ പോയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ IHRD കോളേജുകളിൽ ഈ ഒരു ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകൾ ഉള്ളതിനേക്കാൾ ഫീസ് കൂടുതലായിരിക്കും. ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ ആകെ അഡ്മിഷൻ ടൈമിൽ 15,000 രൂപയാണ് വരുന്നത്. പിന്നീട് ആകെ ഒരു 2,000, 3,000, 1,000 റേഞ്ചിൽ മാത്രമേ അടുത്ത വർഷം ഫീസ് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.